ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വാളയാർ ഡാമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ ഇത് അറിയായിരിക്കും, അറിയാത്തവർക്കൊരു അവയർനെസ് പോലെയാണ് ഞാനിത് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇപ്പോൾ വെള്ളം അവിടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. പക്ഷേ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഈ ഒഴുകുന്ന വെള്ളം ഇങ്ങനെ വരുമ്പോൾ ഇവിടെയും സാധാരണയായിട്ട് ഒഴുക്കുണ്ടാവേണ്ടതാണ് ഈ ഏരിയയിലൊക്കെ. പക്ഷേ ഇവിടെയൊക്കെ കണ്ടില്ലേ, വെള്ളം കെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ഏരിയയിൽ എന്തുമാത്രം ആഴമുള്ള സ്ഥലമാണിതെന്ന് അല്ലേ. അങ്ങനെ ആയിരിക്കുമല്ലോ, കാരണം ഒഴുക്കില്ലാത്ത സ്ഥലങ്ങളൊക്കെ നല്ല ആഴമായിരിക്കും. അപ്പോൾ ഇതൊക്കെ കുറച്ച് ഡേഞ്ചറസ് സ്പോട്ടാണ് ഈ ഒരു ഭാഗമൊക്കെ. ഇവിടെ ഇടയ്ക്ക് മീൻ പിടിക്കാനൊക്കെ ആൾക്കാർ വരുന്നത് കാണാം. പിന്നെ നമ്മളൊക്കെ കുഞ്ഞുനാളിലെ ഇതിൻ്റെ ചുറ്റുവട്ടത്തും വളർന്ന പിള്ളേരാവുക കാരണം നമ്മുടെ വീടിൻ്റെ അടുത്താണ് ഈ ഒരു ഡാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും അറിയും. ഇതിപ്പോൾ വെള്ളം നിറഞ്ഞ സമയത്ത് എങ്ങനെയാണ്, പിന്നെ നിറയാത്ത സമയത്ത് ഏതൊക്കെ ഭാഗത്ത് കുഴിയുണ്ട്, അങ്ങനെയുള്ള എല്ലാ ഡേഞ്ചറസ് സ്പോട്ടെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ ഒരു റോഡ് അവസാനിക്കുന്ന ആ ഒരു ഭാഗം കണ്ടില്ല, ഇവിടെയാണ് നമ്മുടെ ഒടിയൻ ഷൂട്ട് നടന്നത് കേട്ടോ. അതായത് മോഹൻലാലിൻ്റെ ഒരു ഫിലിം ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ഷൂട്ടൊക്കെ ഇവിടെയാണ് നടന്നത്. പിന്നെ ഇവിടെ ആ സമയത്ത് ഇവിടെ കൈവരിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ പൊട്ടിപ്പോയി, എങ്ങനെ പൊട്ടിപ്പോയെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഈ ഒരു ഭാഗം വണ്ടി ഓടിക്കുന്നതൊക്കെ ഭയങ്കര ഡേഞ്ചർ തന്നെയാണ് ഈ ഒരു ഭാഗത്തു കൂടെ, കാരണം പാലത്തിന് കൈവരിയൊന്നുമില്ല. പിന്നെ മീൻ പിടിക്കാനുള്ള ആൾക്കാർ ഇവിടെ വരുന്നത് കാണാം കേട്ടോ. ചൂണ്ടയായിട്ട് മീൻ പിടിക്കുന്നത് നല്ലൊരു കാഴ്ചയാണ്. ഒത്തിരി കരിമീനൊക്കെ ഈ ഭാഗത്തുനിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ ഇവിടെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നവരൊക്കെ ചൂണ്ടയായിട്ട് മീൻ പിടിക്കാൻ വരും. അപ്പോൾ ഞാനിപ്പോൾ വന്ന സമയത്ത്, ഇത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്ന സമയത്ത് ഇവിടെ ആരുമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. സാധാരണ ഈ ഒരു ഭാഗത്ത് എപ്പോഴും കുറേ ചേട്ടന്മാരിൽ നിന്ന് മീൻ പിടിക്കുന്നത് കാണാം. അപ്പം ഇപ്രാവശ്യം വന്ന സമയത്ത് ഇതൊന്നും കണ്ടില്ല. പിന്നെ ഈ ഒരു ഭാഗം അല്ലാതെ വേറെ ഡാമിൻ്റെ അപ്പുറത്തെ സൈഡുണ്ട്, വേറെ സൈഡ്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തെ വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതൊക്കെ കാണിക്കാം. പിന്നെ ഇവിടെ വളരെ പുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രമുണ്ട്. ഞാനത് വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടില്ല, വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് പേടി കാരണമാണ്. ക്ഷേത്രം ഭദ്രകാളിയുടെ ക്ഷേത്രമാണ്. അപ്പം അതുകൊണ്ട് എനിക്കത് ഷൂട്ട് ചെയ്യാൻ ഒരു മടി, അതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തില്ല. ഈ ഒരു ഭാഗത്ത് നല്ലൊരു പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുണ്ട്. പിന്നെ നമ്മൾ ഡാമിൻ്റെ മറുവശമാണ് ഇത് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ ഒരു ബോർഡ് മുങ്ങിക്കിടക്കുന്നത്. ഇതൊക്കെ വെള്ളം കയറി മുങ്ങിയതാണ്. സാധാരണ ഈ ഭാഗമൊക്കെ ആൾക്കാർ നടക്കുന്ന ഏരിയ ആണ്, അതുകൊണ്ടാണ് ആ ബോർഡ് അങ്ങനെ കാണുന്നത്. അപ്പം ആ ഒരു ബോർഡിൽ ഉള്ളത് എന്താ വെച്ചാൽ, അതായത് ഇത്രയും കാലം 2000 തൊട്ടിട്ട് ഈ 2024 കാലയളവിൽ വരെ ഈ ഡാമിൽ മുങ്ങി മരിച്ചവരുടെ കാര്യങ്ങളാണ് അതിൽ ആ ബോർഡിൽ പറയുന്നത്. അപ്പം അതിലവർ പറയുന്നുണ്ട്, എന്താണ്, വളരെ കെയർഫുൾ ആയിരിക്കണം, അടുത്ത് നിങ്ങളാവരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഡാമാണിത്. കാരണം ഇതിൻ്റെ പല ഭാഗത്തും, ഡാമിൻ്റെ പല സൈഡിലും ആൾക്കാർ വരാൻ സാധ്യതയുള്ള പല സൈഡിലും ഇങ്ങനെ ഒരു ബോർഡ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവിടെ ബോട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നേ വരെ ഇതിൽ, സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നേ വരെ എൻ്റെ കാല് ഈ വെള്ളത്തിൽ നനച്ചിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്തും ഇതൊക്കെ പറയാറുണ്ട്, കാണാൻ വരാറുണ്ട്. പക്ഷേ ഈ പറയുന്ന കൂട്ടത്തിൽ അവരെ ഒന്നും ഞാൻ ഈ വെള്ളത്തിൽ ഇറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. ഇത് ജസ്റ്റ് ഒരു അവയർനെസ് വീഡിയോ ആണ്. ഇപ്പോൾ ആർക്കെങ്കിലും അറിയാത്ത ആൾക്കാരൊക്കെ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ, എപ്പോഴും ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോഴാണ് ഈ മുങ്ങി മരണമൊക്കെ കൂടുതലാവുക കാരണമാണ് ഈ ആൾക്കാരൊക്കെ വല്ലാത്ത രീതിയിൽ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഡാമിൻ്റെ ആ മെയിൻ ഭാഗത്തോട്ടൊന്നും എൻട്രി ഇല്ല കേട്ടോ. കംപ്ലീറ്റ് അവിടെയൊക്കെ ഈ ഒരു ബോർഡും അതുപോലെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ കുറച്ച് പേര് മീൻ പിടിക്കാൻ കണ്ടു. അപ്പോൾ എനിക്ക് കുറച്ച് സന്തോഷമായി. ഏകദേശം ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് ആൾക്കാർ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട്. പിന്നെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ എനിക്ക് കമൻറ്റായിട്ട് അറിയിക്കണം. എന്നാൽ എനിക്ക് തുടർന്നുള്ള വീഡിയോ ചെയ്യുന്നത് ഒരു പ്രചോദനമാവുള്ളൂ. താങ്ക്